പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവാണ്. ഇതുവരെ ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഉരുൾപൊട്ടിയ പ്രദേശത്തെക്കുറിച്ച് ഉള്ളൊരു ലോങ് വീഡിയോസ് ഇടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ പറയുന്ന മുണ്ടക്കായും ചൂരമലൊക്കെ വളരെ ചെറിയ ഒരു പ്രദേശമായിരുന്നു. എന്നാലോ ഒരുപാട് പേർ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു മുണ്ടക്കായി. അവിടെ കാണാൻ മനോഹരമായ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങൾ, വ്യൂ പോയിൻറ്റുകൾ, ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് കൃഷി, മറ്റു ചെറുകിട തൊഴിലുകളും മാത്രമാണ് ജീവിതത്തിൻ്റെ ആധാരം. പക്ഷേ ഓരോ ദിവസവും കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന 500 രൂപയും 600 രൂപയും ആയിരുന്നു അവരുടെ സമ്പാദ്യം. അതുകൊണ്ട് മാത്രം അവർ ഒരുപാട് അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു വിടുകയും മറ്റു വീട് സൗകര്യങ്ങൾ ഏർപ്പെടുകയും ചെറിയ ചെറിയ വാഹനങ്ങൾ വാങ്ങി അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ആനന്ദകരമാക്കുകയും ചെയ്തിരുന്ന ഒരു അതിമനോഹരമായ ഗ്രാമമാണ് ഈ രണ്ടും, ചൂരൽമലയും മുണ്ടക്കൈയും. അന്നാന്ന് ജോലിക്ക് പോയി കിട്ടുന്ന ആ ചുരുങ്ങിയ തുക കൊണ്ട് തന്നെ അവർ അവിടെ പള്ളിയും അമ്പലവും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ വളരെ ശാന്തതയോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തിനിടയിലേക്കാണ് ഈ ഉരുൾപൊട്ടൽ എന്ന മഹാവിപത്ത് എന്ന് തന്നെ പറയാം അത് വന്നു ഭവിച്ചത്. പെട്ടെന്ന് തന്നെ വളരെ ഒരു ദിവസം കൊണ്ട്, ശരിക്ക് ഒരു മണിക്കൂർ കൊണ്ട്, വളരെ നിമിഷങ്ങൾ കൊണ്ട് ആ ജീവിതം താറുമാറായി. കാരണം അന്ന് വരെ കണ്ടുവന്ന എല്ലാ സ്വപ്നങ്ങളും തകർത്തടിച്ചുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ നമുക്കിടയിൽ വന്നത്. ശരിക്കും ഈ മാസങ്ങളിലൊക്കെ ഒരുപാട് കല്യാണങ്ങളും പുരയിൽ കൂടലുകളും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ വരാനിരിക്കെയാണ് ഇങ്ങനൊരു ദുരന്തം ഞങ്ങളിലേക്ക് വന്നെടുത്തത്. വിവാഹം ഉറപ്പിച്ച ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവർ ആ വിവാഹത്തിന് വേണ്ടിയുള്ള ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ കരുതിയിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ നേടി അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ദുരന്തം നമ്മളിലേക്ക് എത്തിയത്. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു ജനതയുടെ നാടാണ് നമ്മുടെ മുണ്ടക്കൈ. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ഈ സീരീസ് തുടരും. ബാക്കി നാളെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളോട് വിലയേറിയ ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മൾ വീഡിയോ നീട്ടുകയോ കുറയ്ക്കുകയോ എന്തുവേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ.